ഒരു പുൽക്കൂട് ഉണ്ടാക്കി തീരുന്നതിൻ്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് രണ്ടാമതൊരു പുൽക്കൂടും കൂടി ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആവേശമോ അത്യാഗ്രഹമോ എന്തെങ്കിലും ആവട്ടെ. ആദ്യത്തെ ക്രിപ്പ് മേക്കിംഗ് കഴിഞ്ഞ് അതിൻ്റെ ഭംഗിയെ ആസ്വദിച്ച് അഭിമാനം കൊണ്ട് നിൽക്കുമ്പോഴാണ് പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ക്രിപ്പ് മേക്കിംഗ് വീഡിയോസ് കണ്ടത്. അപ്പോഴാണ് ഇതൊക്കെ വിട്ട് വെറൈറ്റി ക്രിപ്പ് മേക്കിംഗ് പിടിച്ചാലെന്ന് തോന്നിയത്. ഒരെണ്ണം ഓൾറെഡി ഉണ്ടാക്കിയതല്ലേ, ഇനി അതിൻ്റെ അടുത്ത് വല്ല കവാടമോ ഒഴുകുന്ന വെള്ളമോ കത്തുന്ന ലൈറ്റൊക്കെ വെച്ച് സമാധാനിച്ചാൽ പോരെന്ന് വീട്ടുകാരൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങളതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. ഞങ്ങൾക്ക് പുതിയ ഒരെണ്ണം തന്നെ സെറ്റ് ചെയ്യണമായിരുന്നു. ഈ പ്രാവശ്യവും തെർമോക്കോൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബേസ് ഉണ്ടാക്കിയത്. അതല്ലെങ്കിലും പണിയാൻ എളുപ്പവും ലാഭവും തെർമോക്കോൾ തന്നെയാണ്. ആദ്യത്തേത് കുറച്ച് സിമ്പിളായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ചധികം ഓവറാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ ക്രിപ്പിൻ്റെ പ്ലാനും ആർക്കിടെക്ചർ വൈസൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ബേസിക് പരിപാടിയൊക്കെ സെയിം തന്നെയാണ്. ഈ പ്രാവശ്യം ഒരു വലിയ കവാടോ അതിൻ്റെ അടുത്തൊരു ചെറിയ കുഞ്ഞു റൂം പോലത്തെ സെറ്റപ്പൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇതെന്താ ഒരേ ക്രിസ്മസിന് 2 പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുവാണെങ്കിൽ ഒന്നല്ല ഒരു 9 പുൽക്കൂടും 50 പുൽക്കൂടും നമുക്ക് ഉണ്ടാക്കാം. മുൻപ് ചെയ്തതുപോലെ തന്നെ തെർമോക്കോൾ വെച്ച് ചുമരും ഫ്ലോറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമൻ്റൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊരു കോട്ടിങ് കൊടുത്ത് അതിൻ്റെ ടെക്സ്ചറൊക്കെ വരുത്തുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മലനിരകളാണ് ഉണ്ടാക്കേണ്ടത്. ആരും വായിക്കാത്ത ആവശ്യത്തിലധികം ന്യൂസ് പേപ്പർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ആ പരിപാടി എളുപ്പമായിരുന്നു. ഞങ്ങളുടെ മൈൻഡിൽ ഇപ്രാവശ്യം ഒരു റിയലിസ്റ്റിക് പുൽക്കൂടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോഴാണ് അത് വിചാരിച്ച അത്ര സിമ്പിൾ അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്താണെന്നല്ലേ, ഇതുവരെ സംഭവമൊക്കെ ഏതാണ്ട് സിമ്പിളായിരുന്നു. എല്ലാം വിചാരിച്ച പോലെ നടന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് കാര്യം കഴിഞ്ഞു പോയി. അതായത് ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ആദ്യം എല്ലാത്തിനും ബ്ലാക്ക് കൊണ്ടൊരു കോട്ടിങ് കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ കളർ കൊടുത്തിട്ട് ഭംഗിയാക്കാമെന്നായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ചുമരിനും ഫ്ലോറിനും മലയ്ക്കും മരത്തിനൊക്കെ കയറി ബ്ലാക്ക് അങ്ങ് അടിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഓരോന്നിനും പെയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ അതിനുള്ള പെയിൻറ്റും ടെക്സ്ചറും ഒക്കെ കൂടി എല്ലാം അങ്ങ് കുളമായിപ്പോയി. എല്ലാം കൂടി ഇടിച്ച് പൊളിച്ച് കളഞ്ഞാലും ഒരു തോന്നി. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ലാസ്റ്റ് ഒരു ട്രൈയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചാണ് ഈ കാണുന്ന പരിപാടി തുടങ്ങിയത്. പക്ഷെ സംഭവം ക്ലിക്കായിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടി. ശരിക്കും ജീവിതത്തിൽ മിക്കവാറും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അതായത് നമ്മൾ ചെറുപ്പത്തിൽ മാനിനെ വരക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് പശു ആയതുപോലെ നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന ഡയറക്ഷനൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരിക്കലും ശ്രമം മതിയാക്കി പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വിചാരിച്ച ഡൗട്ട് നമുക്ക് കിട്ടും. ഈ തെർമോക്കോളൊക്കെ ഉണ്ടുള്ള പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. 1-2 വർഷമൊക്കെ ആയിട്ട്. ഇത്രയും ഭംഗിയിലും ഇത്രയും ആർഭാടൊക്കെ ആയിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് നാളായതുള്ളൂ. പക്ഷെ എന്നാലും ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗി തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും രസം തോന്നുന്നത് ഓർക്കാനൊക്കെ ഇഷ്ടമുള്ളത് നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ കുഞ്ഞു പുൽക്കൂടാണ്. അന്നൊക്കെ ഞങ്ങൾ പിള്ളേരും അമ്മാമ്മയും കൂടിയിട്ടായിരുന്നു കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടി ഈ ഒരു കൈത്തണ്ട വലുപ്പത്തിലുള്ള കുറേ മരക്കഷ്ണങ്ങൾ എവിടെ നിന്നൊക്കെയോ കൊണ്ടുപോയി വെട്ടിയിട്ട് വരും. എന്നിട്ട് ഇതൊക്കെ മണ്ണിൽ കുഴിച്ചിടും. ചെറിയ ചെറിയ മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ട് ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കും. ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ പുല്ല് പറിക്കാൻ പോകും. ആ സമയത്ത് ഈ പാറപ്പുറത്ത് നിറയെ പുല്ല് വളർന്നിട്ടുണ്ടാവും. പുല്ല് എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള പുല്ലല്ല, ഈ ഒരു കാപ്പി മഞ്ഞ ഗോൾഡൻ കളർ മിക്സ് ആയിട്ടുള്ള ഒരു മുട്ടറ്റം വരെ നീളത്തിലുള്ള ആ പുല്ല്. അതിങ്ങനെ നോക്കത്താ ദൂരത്തോളം പടർന്ന് കിടക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആ വൈകുന്നേര സമയത്തൊരു വെളിച്ചവും കാറ്റും ദൂരെ നോക്കുമ്പോൾ കുറേ പിള്ളേർ ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. ഒരു സുഖമുള്ള ഓർമ്മയാണ് ഇപ്പോഴും അത്. എല്ലാവർക്കും അതുപോലെ ആവേശമായിരുന്നു. പിള്ളേരും കസിൻസും അമ്മാമ്മയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി വന്നിട്ടായിരുന്നു പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയായിരിക്കും അത്. അന്നത്തെ പുൽക്കൂടിന് ഇന്നത്തെ അത്ര ഭംഗിയോ വലുപ്പമോ ഉറപ്പോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ ആലോചിക്കുമ്പോൾ അതിനോട് ഇപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം. അതെന്താണെന്നറിയുമോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വലുപ്പത്തിലോ അതിൻ്റെ വിലയിലോ ഒന്നുമല്ല കാര്യം. നമ്മൾ എത്ര ഇഷ്ടത്തോടെയാണ്, നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് ആ കാര്യം ചെയ്യുന്നതിലാണ് അതിൻ്റെ ഭംഗിയിരിക്കുന്നത്.